കഴിഞ്ഞ ഒരു നല്ല അധ്യയന വർഷം വളരെ സന്തോഷത്തോടുകൂടെ നമ്മോട് വിട പറഞ്ഞു. ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അതിലേറെ ഉന്നതമായ വിജയത്തിലേക്കെത്താൻ ഈ വർഷം നമുക്ക് സാധിക്കട്ടെ. അതിന് ആത്മാർത്ഥമായ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുപോലെ സാറ് പറഞ്ഞതുപോലെ റഹീന മിസ്സിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് 10-22 ദിവസമായിട്ടുള്ളൂ. ആ ഉപ്പയുടെ പരലോക വിജയവും അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. റബ്ബി ഗ്ഫിർ ലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم لك الحمد حمدا دائما ولك الشكر شكرا قائما. وصل وسلم على رسولك سيدنا محمد وعلى آله وصحبه الكرام أجمعين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه الفائزين برضا الله. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا وشركائنا وتلاميذنا من كل مهنة وفتنة وبؤس وشدة ومرض وخوف وضير إنك ولي لكل خير. اللهم إنا نسألك سلامة في الدين وعافية في الجسد وزيادة في العلم وبركة في الرزق. إلهنا صحة قبل الموت وراحة عند الموت ومغفرة بعد الموت. يا سامع كل صوت هون علينا سكرات الموت. اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذتنا ولمن تعلق بنا ولجميع المسلمين والمسلمات خاصة منهم ولمن نبيناه يا رب العالمين. اللهم اغفر لنا واغفر له واغفر لهم وارحمنا وارحمه وارحمهم واجمع بيننا وبينهم في دار جناتك النعيم. اللهم ربنا زد لنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم وفقنا للتعلم والتعليم ولخدمة دينك الإسلام. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر
وشر الآخرة. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اجعلنا واجعل أولادنا صالحين نافعين في الدارين. اللهم اجعلنا واجعل أولادنا واجعل تلاميذنا صالحين نافعين في الدارين. اللهم اجعلنا واجعل أولادنا واجعل تلاميذنا صالحين نافعين في الدارين يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم بارك لنا في جميع أمورنا خصوصا في تعلمنا وفي تعليمنا وفي اجتماعنا بركة تامة كما باركت على عبادك الصالحين. عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وسلم. السلام عليكم ورحمة الله. ആലംദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിൽ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുൻ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാർത്തോർമായോർക്കൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയൽ സന്മാർഗ ദൃഷ്ടതൻ വഴിയിലുമെല്ലാം. ആലംദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Respected dignitaries on the stage, teachers, parents, and all my dear friends, first of all, a warm good morning to all. Today, we are gathered here to celebrate the reopening day of our school. From this day onwards, we are entering into a new academic year. So, I wish you all success and happiness throughout the year. Here, my duty is to welcome you all. Firstly, I would like to welcome the principal of MET School, Mr. Chekuti Paravakal. Then I would like to welcome Mr. C.C. Kunyu Haji, MET Chairman, Mr. Sharif Haji, MET Secretary, Mr. Kunyalanguti Gurukal, MET Joint Secretary, Mr. Mustafa, MET Manager, Mr. Abdul Jalil, PTA Member, Management Executive Members, Idayat Muhammad Gutti and Ismail Haji. And I heartily welcome the teachers, parents and all the students into this wonderful occasion. Now, I would like to conclude my words by wishing this event all the success. Thank you. Have a great time. ബഹുമാനപ്പെട്ട ചെയർമാൻ സിസി കുഞ്ഞു സാഹിബ്, സെക്രട്ടറി വട്ടം ഷരീഫ് ഹാജി, ജോയിന്റ് സെക്രട്ടറി കുഞ്ഞാലംകുടിക്ക്, മാനേജർ മുസ്തഫ, ഇസ്മായിൽ ഹാജി, മുഹമ്മദ് കുട്ടി ഹാജി, അടയത്ത മുഹമ്മദ് കുട്ടി ഹാജി, എൻ്റെ മറ്റു അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കാര്യമായ ഒരു പ്രസംഗത്തിലൂടെ പോകാൻ സമയമില്ല. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്നതിൽ മാത്രമല്ല, കുട്ടികളെ കൾച്ചർ പ്രോഗ്രാം ഉണ്ട്, കുട്ടികൾക്ക് ലെറ്റേഴ്സ് പരിചയപ്പെടുത്താൻ ഒരുപാട് ഫംഗ്ഷൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. പുതുതായിട്ട് വന്നിട്ടുള്ള രക്ഷിതാക്കന്മാർ, തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ കലാലയം തിരഞ്ഞെടുത്തത് ഒരു പെട്ടെന്നുള്ള സുപ്രഭാതത്തിൽ അങ്ങോട്ട് തിരഞ്ഞെടുത്തതല്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം.
നിങ്ങൾ കുട്ടിയെ ചേർക്കുന്നതിന് മുൻപായി ഒരുപാട് മേഖലകൾ പരിശോധിച്ചിട്ടാണ്, ഒരുപാട് സ്കൂളുകൾ പരിശോധിച്ചിട്ടാണ്, ഒരു സ്കൂളുകൾ പഠിച്ചിട്ടായിരിക്കും നിങ്ങളിവിടെ ചേർത്തിട്ടുണ്ടായിരിക്കും. 90%, 99% രക്ഷിതാക്കന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും. എവിടേക്കാണ് യാത്രാ സൗകര്യമുള്ളത്, എവിടേക്കാണ് അക്കാഡമിക് നിലവാരങ്ങളുള്ളത്, എവിടേക്കാണ് മറ്റു ഫെസിലിറ്റീസ് ഉള്ളത്, ഇങ്ങനെയെല്ലാം പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് നമ്മളെ കലാലയം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുക. കാരണം നിങ്ങളുടെ പഠനത്തിന് ശേഷം കുട്ടികളെ ഇവിടെ ചേർത്ത നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങളുടെ തിരഞ്ഞെടുത്തത് വളരെയധികം ശരിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയാം, പ്രിൻസിപ്പൾ അങ്ങനെ തന്നെ അല്ലേ പറയുക എന്നുള്ളത്. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് പരസ്യമുണ്ടോ എന്നും കൂടി നിങ്ങൾ നോക്കുക. കഴിഞ്ഞ അക്കാഡമിക് ഇയറിന്റെ ഡിസംബർ ആകുമ്പോൾ നിങ്ങൾ എല്ലാ സ്കൂളുകളുടെയും വാഹനത്തിന്റെ ബാക്കിൽ പരസ്യ ബോർഡുകൾ കാണും. ഞങ്ങളെ സ്കൂൾ വാഹനത്തിന്റെ ബാക്കിൽ പരസ്യ ബോർഡുകൾ കാണില്ല. യാതൊരു വിധത്തിലുള്ള പരസ്യവും ഞങ്ങൾ കൊടുക്കാതെയാണ് ഈ പബ്ലിസിറ്റി നമുക്ക് വരും. കാരണം നമ്മുടെ കലാലയത്തിന്റെ അക്കാഡമിക് നിലവാരം തന്നെയാണ്. നിങ്ങൾ അടുത്ത പരിസരത്തുള്ള ഏത് സ്കൂളുകൾ എടുത്തു നോക്കിയാലും അക്കാഡമിക് നിലവാരത്തിൽ എപ്പോഴും നമ്മൾ മുന്നിൽ തന്നെയാണ്. അങ്ങനെയുള്ള ശരിയായ ഒരു കലാലയം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഒന്നിരണ്ട് കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഗവൺമെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. 104 കലാലയങ്ങളെ ലഹരി കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ന്യൂസിന്റെ പ്രത്യേകത, എന്താണ് റിപ്പോർട്ടിന്റെ പ്രത്യേകത നോക്കുക നിങ്ങൾ. നമ്മൾ സാധാരണഗതിയില് ബാറുകളെയാണ് ലഹരി കേന്ദ്രങ്ങളായിട്ട് കാണുക. ഇപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും റിപ്പോർട്ട് വന്നപ്പോ കേരള സംസ്ഥാനത്ത് 104 വിദ്യാലയങ്ങളെ ലഹരി കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ പോലീസിന്റെ നിരന്തര പരിശോധനകളും മറ്റും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളാണ് ഏറ്റവും ഹോട്ട് സ്പോട്ടായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികളെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സ്കൂളിൽ ചേർത്താൽ ഞങ്ങളുടെ ബാധ്യത കഴിഞ്ഞു, രക്ഷപ്പെട്ടല്ലോ. പലപ്പോഴും രക്ഷാക്കന്മാർ വിളിക്കാറുണ്ട്, സാറേ എന്നാണ് സ്കൂൾ തുറന്നു കിട്ടുക. രക്ഷാക്കന്മാർ വിളിച്ച് ചോദിക്കുന്നതാണ്, സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. കാരണം ഒരു കുട്ടിയെ നമുക്ക് നോക്കാൻ കഴിയുന്നില്ല. ഒന്ന് തുറന്നു കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടിരുന്നു എന്ന് പറയുന്ന രക്ഷാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ സ്കൂളിൽ ചേർത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൽ നിന്നും ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. മാർക്ക് കിട്ടും, പക്ഷെ മാർക്ക് പോരാ. അവനെ ലിറ്ററസിയിൽ പ്രോപ്പറാണോ എന്ന് നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നോക്കണം. LKG മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള നിങ്ങളുടെ കുട്ടികൾ അവിടെ എത്തുമ്പോഴേക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള അറിവ് അതാത് സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നമ്മളിവിടെ LKGയിൽ ചേർന്ന കുട്ടികൾ 90% കുട്ടികളും 10th സ്റ്റാൻഡേർഡിൽ നിന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് പോവുക. നിങ്ങൾ മറ്റു സ്കൂളിന്റെ ഒന്ന് പരിശോധിച്ച് നോക്കുകയുള്ളൂ. പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് KG ക്ലാസ്സുകൾ 8 ഡിവിഷൻ ഉണ്ട്, 10 ഡിവിഷൻ ഉണ്ട്. അവിടെ SSLC റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നോക്കുക നിങ്ങൾ. അവിടെ റിസൾട്ടിൽ കാണുമ്പോൾ ഇവിടെ 10 ഡിവിഷനുള്ള കുട്ടികൾ KGയിൽ 10 ഡിവിഷൻ ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴും 10 ഡിവിഷൻ കാണേണ്ടതാണ്. പക്ഷേ മറ്റ് സ്കൂളുകളെല്ലാം നിങ്ങൾ നോക്കുക, 10ാം ക്ലാസ്സിൽ എത്തുമ്പോ 50, 68, 30, 100 കുട്ടികളായിട്ട് കുറയുന്നു. കാരണം എന്താ? LKGയിൽ ചേർന്ന അത്രയും കുട്ടികൾ 1ാം ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിലോ മറ്റു സ്റ്റാൻഡേർഡിലോ അവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല. കാരണം അവർക്ക് കൊടുക്കുന്ന പബ്ലിസിറ്റിയും അവർ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റും കേവലം ആ LKGയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നീടുള്ള അവരുടെ അക്കാഡമിക് നിലവാരം മോശമാണ്. അതുകൊണ്ട് രക്ഷിതാക്കന്മാർ മനസ്സിലാക്കി TC വാങ്ങി മറ്റു കലാലയങ്ങളിലേക്ക് ചേക്കേറുകയാണ്. എന്നാൽ നമ്മുടെ കലാലയത്തിൽ ഇപ്പോഴുള്ള LKGയിൽ 40, 50 കുട്ടികൾ നമുക്ക് പരമാവധി എടുക്കാൻ പറ്റിയ 50 കുട്ടികളെ നമുക്ക് എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നെ ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രമാണ് ഒരു 5 കുട്ടികളോ 10 കുട്ടികളോ ഏറെ എടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ UKG തന്നെ കുട്ടികളുടെ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പൊ നമ്മൾ പരമാവധി അത്രേ എടുക്കാറുള്ളൂ. ആ കുട്ടികൾ അതിൽ വളരെ റയർ കുട്ടികൾ മാത്രമേ
TC വാങ്ങി പോവാറുള്ളൂ. കാരണം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് അപ് ടു 10th സ്റ്റാൻഡേർഡ് വരെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങളും കൂടി സഹകരിക്കണം. നിങ്ങൾ സഹകരിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ ക്ലാസ്സിൽ നിന്നും ആ കുട്ടിക്ക് കിട്ടുന്ന വിവരങ്ങൾ കിട്ടുന്നില്ലേ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ അപ്പൊപ്പം നിങ്ങൾ ടീച്ചറോടും എന്നോടും മറ്റുള്ളവരോടും അറിയിച്ച് അത് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ കലാലയം തന്നെ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 104 കലാലയങ്ങൾ ഹോട്ട്സ്പോട്ടായിട്ട്, ലഹരി ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾ കുട്ടികളുടെ കൂടെ, കുട്ടിന്റെ സുഹൃത്ത്, ഇപ്പൊ LKG UKG ആകുമ്പോൾ വലിയ പ്രശ്നമില്ല, 1-ലാകുമ്പോഴും പ്രശ്നമില്ല. 5, 6, 7, 8 എത്തുമ്പോഴേക്കും അവന്റെ ടാലന്റ് മാറിയിട്ടുണ്ടായിരിക്കും, അവന്റെ ക്യാരക്ടർ മാറിയിട്ടുണ്ടായിരിക്കും, അവന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും വ്യതിചലനം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ വ്യതിചലനം സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവന്റെ കൂട്ടുകാരാണ്, അവന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവന് യാത്രകൾ എവിടെയൊക്കെയാണ്, അവൻ എപ്പോൾ സ്കൂളിലേക്ക് എത്തുന്നു, എപ്പോൾ വീട്ടിലേക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവന്റെ കൂടെ തന്നെ ഇരുന്ന് മോണിറ്ററിംഗ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ, നമ്മൾ പഠിച്ച കാലഘട്ടമല്ല, ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അത് വളരെയധികം വികസനത്തിന്റെ കാലഘട്ടമാണ്. നമ്മളെക്കാളും ഒരു പടി മുന്നിൽ കുട്ടികൾ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജാഗ്രതയോടെ നിൽക്കണമെന്ന് ഈ അവസരം നിങ്ങൾ പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. സംശയങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ നിങ്ങൾ ടീച്ചർമാരും സംശയങ്ങൾ തീർക്കുക. വാഹനത്തിന്റെ വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാഹനത്തിന്റെ ക്ലീനേഴ്സും ഡ്രൈവേഴ്സും അതിന്റെ ചാർജുള്ള ആളുകൾ അവിടെ ഉണ്ട്, അവർ സംസാരിക്കുക. പിന്നെ നിങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് ടാഗ് തന്നിട്ടുണ്ട് വാഹനത്തിന്. ആ ടാഗ് നിങ്ങൾ 2-3 ആഴ്ച നിർബന്ധമായിട്ടും അത് അവരുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാലേ വാഹനക്കാർക്ക് അത് കുട്ടിയെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. യാതൊരു കാരണവശാലും ആ ടാഗ് ഒരു 2-3 ആഴ്ച ഇടാതെ വരരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് വിളിക്കേണ്ടി വരുമ്പോൾ അവിടെ വാഹനത്തിന്റെ ടൈമിംഗ് ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്, ക്ലീനേഴ്സിന്റെയും ഡ്രൈവേഴ്സിന്റെയും ഫോൺ നമ്പർ അവിടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ മൊബൈലിൽ ഫീഡ് ചെയ്ത് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ ക്ലീനർക്ക് മാത്രം വിളിക്കുക. കാരണം ക്ലീനർക്ക് മാത്രം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ 9-9:30 വരെ അവർ വാഹനത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഡ്രൈവേഴ്സിനെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എപ്പോഴും ക്ലീനറെയാണ് വിളിക്കേണ്ടത്. ക്ലീനറുടെ നമ്പർ നിങ്ങൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വെഹിക്കിളിന് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് അവിടെയുള്ള വെഹിക്കിൾ കൺസേൺഡ് വെഹിക്കിൾ നമ്പറും എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അവരോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഓഫീസിൽ നിങ്ങൾ എന്താവശ്യത്തിനും വേണ്ടി നിങ്ങൾ വരേണ്ടത് ഓഫീസിലേക്കാണ്. ചിലരെല്ലാം കുട്ടികളെ സ്കൂൾ ബസ് കിട്ടാതെ വരുമ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒരിക്കലും ഉണ്ടാവരുത്. ചോറ് കൊടുന്നു കൊടുക്കുകയാണെങ്കിലും ശരി, കുട്ടീനെ കാണാൻ വേണ്ടി വരികയാണെങ്കിലും ശരി, എന്താവശ്യത്തിന് വരികയാണെങ്കിലും ശരി, ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അവിടെ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ ഒപ്പിട്ട് മാത്രമേ കുട്ടിയെ കൊണ്ടുപോകാൻ പാടുള്ളൂ. കൊടുന്നാക്കുമ്പോഴും ആ രജിസ്റ്റർ ഒപ്പിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ കുട്ടിയെ നിരന്തരം കാണാനോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അത് നമ്മൾ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും അത് പറഞ്ഞിറക്കരുത്. കാരണം പലപ്പോഴും വല്യമ്മ വരികയാണ്, ഗൾഫ് പോവാണ്, അല്ലെങ്കിൽ മറ്റൊരു അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ആളുകൾ വരാറുണ്ട്. അത് നമ്മളെ പഠനത്തെ ബാധിക്കും. ഓരോരുത്തരും വന്നാൽ 10 പേര് വന്നാൽ അത്രയും സമയം ഞങ്ങൾക്ക് നഷ്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ PTA മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ആ ദിവസം തന്നെ, ഞങ്ങൾ ഒരു ദിവസമാണ് വെക്കുക PTA മീറ്റിംഗ്. ആ ദിവസം തന്നെ വന്ന് ടീച്ചേഴ്സിനെ കണ്ടു പോകാനുള്ള ശ്രമം നടത്തുക. മറ്റൊരു ദിവസം വന്നാൽ ഞങ്ങളുടെ ക്ലാസ്സിനെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ പറയാം. ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന്റെ ചെയർമാൻ CC കുഞ്ഞി സാഹിബ് അവരെ ആദരവും ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ MET ട്രസ്റ്റ് മെമ്പർമാരെ, ഈ സ്ഥാപനത്തിൻ്റെ സാരഥി പ്രിൻസിപ്പാൾ ചേക്കുട്ടി സാഹിബ് അവരുടെ, സഹപ്രവർത്തകരായ മറ്റ് ട്രസ്റ്റ് മെമ്പേഴ്സ് അവരുടെ, ഈ സ്ഥാപനത്തിൻ്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനത്തിനും വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്കും വേണ്ടി ആഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന
അധ്യാപകന്മാരെ, ഉസ്താദുമാരെ. അതോടൊപ്പം കുട്ടികളുടെ യാത്രയ്ക്കും മറ്റും ഒരുപാട് ജാഗ്രതയോടുകൂടി വാഹന ഗതാഗതം നിയന്ത്രിക്കുന്ന ഡ്രൈവർമാരെ, വെഹിക്കിൾ ഹെൽപ്പേഴ്സ്, അതുപോലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ശുചിത്വവും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആയമാരെ, ഇങ്ങനെ വളരെ സുസംഘടിതമായ സുസജ്ജമായ ഒരു ടീം നമുക്ക് മുന്നിലുണ്ട്. അവരാണ് ഈ സ്ഥാപനത്തിനെ സദാ മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും റോള് ഓരോ രംഗത്തും വളരെ സുചാരമായ രീതിയിൽ നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പും വരുന്നു. പിന്നെ ഇന്നലെ വരെ സുഷിപ്തിയിലായിരുന്ന ഈ വിദ്യാലയ അന്തരീക്ഷം 10-15,000 സ്കൂളുകൾ, 15 ലക്ഷം വിദ്യാർത്ഥികളെല്ലാം സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്കും ക്ലാസ് റൂമുകളിലേക്കും വന്നിരിക്കുകയാണ്. അവരുടെ സാന്നിധ്യം പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും കൂട്ടക്കരച്ചിലുമെല്ലാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിദ്യാലയ അന്തരീക്ഷം ശബ്ദമുഖരിതമാക്കുകയാണ്. ഈ അവസരത്തിൽ പുതിയ ഈ അക്ഷരലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ കൊച്ചു അനിയന്മാരെയും അനിയത്തിമാരെയും ആദ്യം മർഹബ ചൊല്ലി സ്വീകരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവരുടെ രക്ഷിതാക്കളെന്ന് പറഞ്ഞാൽ അവരുടെ ദാമ്പത്യ വല്ലരിയിൽ ആദ്യമായി പറന്നവരായിരിക്കാം ഈ കുട്ടികൾ. എന്തായാലും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിട്ട് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളുടെ ആ തീരുമാനം തെറ്റാവുകയില്ല എന്നൊരു ഉറപ്പ് സാന്ദർഭികമായി ഈ അവസരത്തിൽ ആദ്യമായി ഉണർത്തുകയാണ്. പിന്നെ വിദ്യാലയത്തെ പറ്റി ഞാനൊരു വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പാൾ വളരെ ഹ്രസ്വമായാണെങ്കിലും കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. നിങ്ങളും ഈ സ്കൂളിലേക്ക് വരുന്നതിനേക്കാളും മുമ്പ് ഈ സ്കൂളിൻ്റെ നിലവാരത്തെ പറ്റിയും ഇവിടുത്തെ പ്രവർത്തന ശൈലിയെ പറ്റിയും ഇവിടുത്തെ രീതികളെ സംബന്ധിച്ചും മാത്രമല്ല ഇവിടുത്തെ വിദ്യാലയ അന്തരീക്ഷത്തിൻ്റെ സുരക്ഷിതത്വത്തെ പറ്റിയുമെല്ലാം നിങ്ങൾ പഠനം നടത്തിയിട്ടുണ്ടാവും. അതൊക്കെ തൃപ്തികരമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് കുട്ടികളെയുമായി നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ വന്നിരിക്കുന്ന മുഴുവനും അല്ല ആവശ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിമിതമായ ക്ലാസ് സൗകര്യങ്ങളെ നമുക്കുള്ളൂ. പിന്നെ വളരെ കൂടുതൽ കുട്ടികൾ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു രീതി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു LKG UKG എന്ന് പറഞ്ഞാൽ 20-25 കുട്ടിയാണ് ഒരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർക്ക് നിയന്ത്രിക്കാൻ കഴിയുക. ആ തോതിൽ മാത്രമേ നാം കുട്ടികളെ എല്ലാ വർഷവും അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കൂടാതെ മറ്റുള്ള സ്റ്റാൻഡേർഡുകളിലും പ്രശ്നം ക്ലാസ് റൂമുകളിൽ സൗകര്യമില്ല എന്നുള്ളതാണ്. നമ്മളുടെ ബിൽഡിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഫുൾ പ്രവർത്തനം ക്ലാസ് റൂമുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റ് സ്റ്റാൻഡേർഡിലേക്കും കുട്ടികളെ വളരെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ പല സ്റ്റാൻഡേർഡിലേക്കും കുട്ടികൾ വരുന്നത് അവരുടെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടത്ര നിലവാരം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് പല ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് കുട്ടികളെ അഡ്മിഷൻ കൊടുക്കുന്നതെങ്കിലും സ്റ്റാൻഡേർഡിലേക്ക് എങ്കിലും അവരും നമ്മുടെ സ്റ്റാൻഡേർഡിന് ഒത്തുവരാൻ കുറെ കാലമെടുക്കും. നമ്മുടെ ടീച്ചിങ് മീഡിയ ഇംഗ്ലീഷാണ്. ഈ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അധ്യാപകരോ കുട്ടികളോ ഇംഗ്ലീഷിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടുള്ളൂ എന്നാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അതെല്ലാം
ഇംഗ്ലീഷിനോടുള്ള ഒരു പ്രത്യേക ആഭിമുഖ്യം കൊണ്ടല്ല, പക്ഷേ ഇവിടെ നമ്മുടെ മീഡിയം കുട്ടികളുടെ വളർച്ചയ്ക്ക് ഭാവിക്ക് ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നിടത്ത് ഇംഗ്ലീഷ് തന്നെ ആണെങ്കിൽ അവരുടെ ലാംഗ്വേജിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വളർച്ച ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു പൊതുവായ ചിത്രം. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് സമീപത്തുള്ള മറ്റേത് സ്കൂളുകളെക്കാളും കൂടുതൽ ഗവൺമെന്റിന് അനുശാസിക്കുന്ന കേരള എഡ്യൂക്കേഷൻ റൂൾസ് അനുശാസിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും പെർമിറ്റിന് വേണ്ടി ഒന്നും അവരുടെ പിന്നാലെ പോകുന്നതില്ല. എല്ലാ കാര്യങ്ങളും 100% നിയമം അനുശാസിക്കുന്ന പ്രകാരം നാം ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ മോർ ദാൻ ദ ആവറേജ് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തല്ല ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്. പിന്നെ വളരെ വലിയ വിശാലമായ പ്ലേ ഗ്രൗണ്ട്, ചെറിയ കുട്ടികൾക്ക് കിഡ്സിന് വേണ്ടി പാർക്കുകളുണ്ട് തുടങ്ങി പുറത്തുള്ളതും അതുപോലെ വിദ്യാലയത്തിന്റെ ഉള്ളിൽ നല്ല കമ്പ്യൂട്ടർ ലാബ്, മറ്റ് ഫിസിക്സ് കെമിസ്ട്രി മറ്റുള്ള ലാബുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും, നല്ല ലൈബ്രറി, പിന്നെ പ്രയർ ഹാൾ, ആൺകുട്ടികൾക്ക് വേണ്ടി മസ്ജിദ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിയോഗ്രാഫിക്കലായിട്ട് നമ്മുടെ സ്കൂൾ നിൽക്കുന്ന സ്ഥാനം തന്നെ ഒരുപാട് സുരക്ഷിതത്വം നമുക്ക് നൽകുന്നുണ്ട്. റോഡിന്റെ ആക്സസ് ഉണ്ട്, എന്നാൽ ഒരു പബ്ലിക് റോഡിന്റെ ശല്യമില്ല. പുകപടലങ്ങളും പൊടിപടലങ്ങളും ശബ്ദവും എല്ലാം നമ്മുടെ സ്കൂൾ വിദ്യാലയ അന്തരീക്ഷം മലീമസമാക്കുന്നില്ല എന്നെല്ലാമുള്ള പ്ലസ് പോയിന്റുകൾ ഉണ്ട്. പിന്നെ ഇവിടുത്തെ അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുന്നത് തന്നെ ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷനും അവർക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷവും കൂടാതെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഒരു റിഹേഴ്സൽ നടത്തി നമുക്ക് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എല്ലാ അധ്യാപകരെയും അഡ്മിറ്റ് ചെയ്യുന്നത്. ഇക്കൊല്ലവും അതുപോലെ കുറഞ്ഞ അധ്യാപകരെ വേണ്ടി വന്നു, അവരെയും അതുപോലെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനം മാനേജ്മെന്റ് നേരിൽ നിരീക്ഷിച്ച് വിലയിരുത്തിയതിനു ശേഷമാണ് അവരൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അധ്യാപകരുടെ ക്വാളിഫിക്കേഷനിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് മാത്രമേ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയൂ. അധ്യാപകൻ വിഷയത്തിൽ വേണ്ടത്ര അവഗാഹമായിട്ടുള്ള അറിവില്ലെങ്കിൽ, ക്ലാസ് മാനേജ്മെന്റിനുള്ള കഴിവില്ലെങ്കിൽ, കുട്ടികളുടെ ദൈക്ഷണിക ശേഷിയും സർഗവാസനകളും വളർത്താൻ പര്യാപ്തമായ അറിവും പരിചയവും അവർക്കില്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെയധികം കർശനമായ നിബന്ധനയോട് കൂടിയാണ് എല്ലാവരെയും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മെച്ചം ഈ കാലങ്ങളിലെല്ലാം നമുക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമീപത്തുള്ള സമാന സ്വഭാവത്തിലുള്ള സ്കൂളുകളെക്കാൾ കൂടുതൽ നമുക്ക് നേട്ടമുണ്ടാവാൻ കാരണം ഇത്തരം കാര്യങ്ങളിലെല്ലാം നാം ശ്രദ്ധിച്ചതാണ്. പിന്നെ അക്കാഡമിക്കലായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ തിരൂർ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ SSLC A+ന്റെ പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ നമ്മളുടെ സ്കൂളിലാണ്. കഴിഞ്ഞ കൊല്ലവും കൂടുതലായിരുന്നു. ഇക്കൊല്ലം അതിനെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും മറ്റുള്ള സ്കൂളുകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളുടെ പെർസെൻറ്റേജാണ് ഏറ്റവും കൂടുതൽ തിരൂർ ജില്ലയിൽ തന്നെ. മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. ഈ പ്രാവശ്യം എന്ന് എനിക്കറിയില്ല. അത് പ്രിൻസിപ്പാളാണ് കൂടുതൽ വിലയിരുത്തുന്നത്. അത് SSLCയുടെ കാരണം. അതുകൂടാതെ മദ്രസ വിഷയങ്ങളിൽ എല്ലാ വിഷയത്തിലും A+ഓട് കൂടി കുട്ടികൾ പാസ്സായിട്ടുണ്ട്. ചില വിഷയത്തിൽ ഡബിൾ A+കളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പബ്ലിക് എക്സാമുകളിലെല്ലാം നമുക്ക് വലിയ വിജയങ്ങൾ കൊയ്തെടുക്കാൻ കഴിഞ്ഞു. ഈ അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രം വിജയം നേടുക, അത് മാത്രം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതിൽ മാത്രം മാനേജ്മെന്റ് ഒതുങ്ങുന്നില്ല. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസം ആണ് വളരെ പ്രധാനം. വ്യക്തിത്വ വികാസത്തിന് വൈജ്ഞാനികമായ അറിവ് മാത്രം പോരാ. അവരുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് ആവശ്യമായ സ്പോർട്സ്, കലാകാരന്മാർ, സംഗീതം തുടങ്ങിയ എല്ലാ മേഖലകളിലും അവർക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്.
അതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. വളരെ വിപുലീകരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം 1-2 വർഷങ്ങളായിട്ട് നാം പരിശ്രമിച്ചെങ്കിലും പല കാരണങ്ങളെ കൊണ്ട്, സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ടൊന്നും വിജയകരമായിട്ട് മുന്നോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം, ഒരു പ്രധാന കാരണം, നാം കുട്ടികളെ മുഴുവനും വാഹനങ്ങളിലാണ് കൊണ്ടുവരുന്നത്. സ്കൂൾ ടൈം കഴിഞ്ഞാൽ അവരെ വാഹനത്തിൽ തന്നെ വീട്ടിലെത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവർക്ക് പരിശീലനം കൊടുക്കണമെങ്കിൽ സമയം ലഭിക്കുന്നില്ല. ഈ കുട്ടികൾക്ക് മുഴുവനും ഒരേ സമയത്ത് സമയം കിട്ടണമല്ലോ. അപ്പൊ സ്കൂൾ സമയത്തിന് മുമ്പോ അതിന്റെ പിമ്പോ അത് സാധിക്കുന്നില്ല. പിന്നെ ഉള്ള ശനിയാഴ്ചകൾ സെക്കൻഡ് സാറ്റർഡേ മാത്രമാണ് നമുക്ക് ലീവ്. ഞായറാഴ്ച ഇതാണ് തീരെ ഒരു ഒഴിവില്ലാഞ്ഞാലും പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികളെ ഇനിയും ഉയർത്തിക്കൊണ്ടുവരാനോ വളർത്തിക്കൊണ്ടുവരാനോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സാധിച്ചിട്ടില്ല എന്നൊരു സത്യമാണ്. എങ്കിലും നമ്മുടെ പരിമിതികളിൽ ലംഘിച്ചുകൊണ്ട് വളരെയധികം നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ ആക്ടിവിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിനുവേണ്ടി താഴെ LKG UKG തൊട്ട് ബണ്ണി, ബുൾബുള്, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയിട്ടുള്ള 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള വളർച്ചയ്ക്ക് ഫിസിക്കലായും അക്കാഡമിക്കലായിട്ടും അവരുടെ ഉയർച്ചക്കും വളർച്ചയ്ക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ആണ് ബണ്ണിയും ബുൾബുളും എല്ലാം ഏർപ്പെടുത്തിയുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന ആ ബ്ലൂ കളറിട്ട കുട്ടികളായിരിക്കും ബുൾബുൾ, മറ്റ് ഗോൾഡ് കളറിലും മറ്റൊക്കെ ഉള്ളതാണ് ബണ്ണി. ഇതുപോലെ അവർക്കുള്ള യൂണിഫോമുകളുണ്ട്. അത്തരം പരിശീലന പരിപാടികളിലൂടെ അക്കാഡമിക്കലായിട്ടുള്ള കാര്യത്തിൽ അവർക്ക് മേന്മ ഉണ്ടാക്കുക എന്നത് കൂടാതെ ഫിസിക്കലായിട്ടും ഇന്ററാക്ഷനിലും അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് നാം ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം LSS USSലെല്ലാം നമുക്ക് വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ മനോരമ, മാതൃഭൂമി മുതലായിട്ടുള്ള വൻകിട മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്ന സീഡ്, നന്മ, നല്ല പാഠം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ JRC, സ്കൗട്ട് തുടങ്ങിയതുമുണ്ട്. ഇങ്ങനെ അക്കാഡമിക്കലല്ലാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമുക്ക് ഒരുപാട് രംഗത്ത് പ്രവേശിച്ചിട്ടുണ്ട്. അതിലെല്ലാം വലിയ നേട്ടങ്ങളുമുണ്ട്. അതിൻ്റെതായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഒരു പാരാമീറ്റർ വെച്ച് അളക്കാതെ തന്നെ കുട്ടികളെ നിങ്ങൾക്ക് വിലയിരുത്തിയാൽ മനസ്സിലാവും. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് ഉണ്ട്. നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ അവരെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഇപ്പൊ ഈ പുതിയതായിട്ട് ഈ വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുട്ടികൾക്കും സൗകര്യമുണ്ട്. പിന്നെ പല രക്ഷിതാക്കൾ എന്നുള്ള പേരിന് തന്നെ അർഹരായിട്ടുള്ള പ്രായമാകാത്തവരാണ് ഒക്കെ പുതിയ നടാടെ ഉമ്മയോ വാപ്പയോ ഒക്കെ ആയവരാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിന്റെ ഇതിലെ അവർക്കൊരു ശരിയായ രക്ഷിതാവായി മാറാൻ കഴിയും. അതിനുള്ള പരിശീലനങ്ങളെല്ലാം, അതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം വിദ്യാലയത്തിൽ കിട്ടും. പിന്നെ നമ്മളതിൽ ആർട്സ് ആൻഡ് സ്പോർട്സിലെല്ലാം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സബ് ജില്ലാ ലെവലിൽ സ്പോർട്സിൽ നമുക്ക് പോയാൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ സർവ്വതോന്മുഖമായ വളർച്ചക്കും വികാസത്തിനും പുരോഗതിക്കും ഉന്നതിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂളിൽ നാം നടപ്പാക്കുന്നുണ്ട്. വെറും അക്കാഡമിക്കലായിട്ട് പുസ്തകത്തിൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ രീതി അല്ല. ഇത് അറിഞ്ഞിരിക്കണം. ആ രീതി അക്കാഡമിക്കലായിട്ട് അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ട് അത് മതിയാവുമെങ്കിലും ഒരു കുട്ടിയുടെ സർഗവാസനകൾ വളർത്തിയെടുക്കേണ്ടതും ദൈക്ഷണിക ശേഷി വളർത്തിയെടുക്കേണ്ടതുമെല്ലാം മറ്റ് ആക്ടിവിറ്റീസിലൂടെയാണ്. അത് അവരുടെ പേഴ്സണാലിറ്റിയെ വളർത്തിയെടുക്കണമെങ്കിൽ അതെല്ലാം ആവശ്യമാണ്. അപ്പൊ അതെല്ലാം പിന്നെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള, പരിപോഷിപ്പിക്കാൻ ആവശ്യമുള്ള എല്ലാം ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും പുസ്തകത്തിലെ അറിവിൽ മാത്രം ഒതുക്കി നിൽക്കുന്നില്ല എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. പിന്നെ പഞ്ചായത്ത്, സബ് ജില്ല മുതലായിട്ടുള്ള ഇതിലൊക്കെ നമ്മളെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള നിലയിൽ നമുക്കുള്ളത്. ഇത് കൂടാതെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ കുട്ടികളുടെ പിന്നെ വേനൽക്കാലം എല്ലാം കുടിവെള്ള ആവശ്യത്തിൽ നല്ല ശുദ്ധീകരിച്ച വെള്ളം നമ്മുടെ എല്ലാ ഫ്ലോറുകളിലും ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും അതുപോലെ യാതൊരു തടസ്സവും കൂടാതെ വിഘ്നം കൂടാതെ കറണ്ടിന്റെ സപ്ലൈ
ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വലിയ സംഖ്യ ചെലവഴിച്ചിട്ട് സോളാർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളുടെ പിന്നെ കമ്പ്യൂട്ടർ പഠനവും സ്മാർട്ട് ക്ലാസുകളുടെ പ്രവർത്തനവും ഒന്നുമെല്ലാം ഒരു വിഘ്നം കൂടാതെ നടക്കുന്നുണ്ട്. മറ്റത് കൂടെ കറണ്ട് പോകുന്നതുകൊണ്ടും ആ പഠനം അതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനമെല്ലാം നിരക്കുന്നതുകൊണ്ടും കുട്ടികൾക്ക് വേണ്ടത്ര കാര്യക്ഷമമായിട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ കൊല്ലം മുതൽ സോളാർ സ്ഥാപിച്ചിട്ടുണ്ട്, കുടിവെള്ളമുണ്ട്. ഇതുപോലെ ഒരു വിദ്യാലയ അന്തരീക്ഷത്തിന് വേണ്ട ഭൗതിക തലത്തിലും വൈജ്ഞാനിക തലത്തിലും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്തത് ഒരു തരത്തിലും പരാജയപ്പെടില്ല, അത് മോശമാവുകയില്ല. ദീർഘകാലത്തേക്ക് അവരുടെ എല്ലാ സംരക്ഷണവും വീട് വിട്ടാൽ വീട്ടിൽ അവർ 8 മണിക്കൂറാണ് ചെലവാക്കുന്നതെങ്കിൽ ബാക്കി കൂടുതൽ സമയം വിദ്യാലയ അന്തരീക്ഷത്തിലാണ്. ഒരു കുട്ടി 8 മണി 9 മണിക്കൂടെ വന്നാൽ 4 മണി 5 മണിക്കാണ് ഇവിടുത്തെ പോകുന്നത്. അത്രയും സമയം ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും ആയമാരുമെല്ലാമാണ്. അവരെല്ലാം അവരുടെ ധർമ്മം, അവരുടെ കർമ്മം നല്ല ഉത്തമമായ രീതിയിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രിൻസിപ്പാളും അത് ഉറപ്പുവരുത്തുന്ന മാനേജ്മെന്റും എല്ലാം ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനം എല്ലാ നിലയിലും ഗുണകരമാണ്. പിന്നെ എന്ത് സംഗതി നമ്മൾ ചെയ്താലും കുട്ടികളും കൂടെ ഒന്ന് ശ്രമിക്കേണ്ടതുണ്ട്. അതിന് പ്രോത്സാഹനവും പ്രേരണയും സമ്മർദ്ദവും എല്ലാം കൊടുക്കേണ്ട രക്ഷിതാക്കളാണ്. ഗാർഹിക അന്തരീക്ഷത്തിലാണ് വിദ്യാലയത്തിന് മാത്രം കൊണ്ട് മുഴുവൻ വിദ്യാലയത്തിൽ മുഴുവൻ അതിലേക്കുള്ള ഒരു പ്രവേശന കവാടം സൃഷ്ടിക്കാൻ ഒരു സൂചനാ ബോർഡുകൾ മാത്രം നൽകുവാനേ കഴിയുള്ളൂ. ബാക്കിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ അവർക്ക് സമ്മർദ്ദം കൊടുത്തിട്ടോ ഓവർലോഡ് കൊടുത്തുകൊണ്ടോ അവരെ പഠിപ്പിക്കുന്ന രീതി ഇപ്പോൾ ശരിയല്ല. അവർക്ക് നല്ല റിക്രിയേഷനിലൂടെ പഠിപ്പിക്കാനാണ് നാം രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ചയ്ക്ക് ഏത് രീതിയിൽ പോഷകാഹാരങ്ങൾ പ്രധാനമാണോ അതേ നിലയിൽ തന്നെ അവരുടെ ദൈക്ഷണിക വളർച്ചയ്ക്ക്, ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വിജ്ഞാനവും അറിവുമെല്ലാം അത്യന്താപേക്ഷിതമാണ്. അത് ഇവിടുന്ന് കൊടുക്കുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ആ കാര്യം നടക്കുന്നുണ്ട്, നടത്തുകയും ചെയ്യും. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തി ചെയ്യാൻ അവസരം അതിനുള്ളതാണല്ലോ. പിന്നെ രക്ഷിതാക്കൾ ചില പ്രത്യേക നിർദ്ദേശങ്ങൾ പ്രിൻസിപ്പാളും HODമാരും എല്ലാം തരും. അതാണ് ഈ മീറ്റിങ്ങിന്റെ പ്രധാന കർമ്മം. അതും കൂടാതെ പിന്നെ കുട്ടികളുടെ അക്ഷര കാര്യങ്ങൾ അറബി ഉസ്താദാണ് നടത്തുന്നത്. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി 3 ഭാഷകളിലുള്ള അധ്യാപകരും ബോർഡിൽ കുട്ടികളെ അക്ഷരം എഴുതി പഠിപ്പിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ആ തുടക്കം എന്നുള്ള നിലയിൽ ഉസ്താദ് മൊയ്തീൻകുട്ടി ഉസ്താദ് ആ കാര്യം നിർവഹിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധയോടുകൂടി അതിലേക്ക് ശ്രദ്ധിക്കണം. അതിന് ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ കുട്ടികളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതലായി ഒന്നും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ സന്ദർഭം നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ഉപദേശങ്ങൾ തരേണ്ടതായതുകൊണ്ട് അതിന് ചുമതലപ്പെട്ട ചില ആളുകളുടെ ഉള്ളതുകൊണ്ടും അവർ ചെയ്യുമത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ കുട്ടികൾ നല്ലത് മാത്രം കാണുന്നവരും നല്ലത് മാത്രം കേൾക്കുന്നവരും നല്ലത് മാത്രം ശബ്ദിക്കുന്നവരും നല്ലത് മാത്രം മനസ്സിൽ ഉദിക്കുന്നവരുമായിട്ട് മാറട്ടെ. അതിനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ 10-12 വർഷം ഇവിടെ ഉണ്ടാകും. അടുത്ത വർഷം മുതൽ +2 തുടങ്ങാനുള്ള എല്ലാ പരിപാടികളും തുടങ്ങി. ഇപ്പം അടുത്ത് നമുക്ക് അതിനുള്ള ബിൽഡിംഗ് പെർമിറ്റൊക്കെ കിട്ടി, അതും തുടങ്ങും. പിന്നെ ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികളെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞ പോലെയൊക്കെ 10ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷവും +2 തുടങ്ങി കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകും. അവരുടെ ഭാവിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ നല്ല പൗരന്മാരായി, ഈ നാടിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ നല്ല പൗരന്മാരായി, നല്ല കുടുംബാംഗങ്ങളായി, നല്ല മക്കളായി വളരാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ച തൊഴിൽ രംഗത്തും എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ മാത്രമായാൽ പോരാ, വിദേശ സർവകലാശാലകളിൽ പോയി വ്യക്തിത്വം വികസിപ്പിക്കുന്ന
വ്യക്തിത്വങ്ങളായി മാറാൻ അവരെ പടച്ചോൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. Diba teacher is going to sing a song for our newcomers. Welcome Diba teacher. Hi. Hello. Okay, how are you? All are happy today? Say loudly, I can't hear. Say loudly. Are you happy today? Once again, yes, brother. Okay. നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ന്യൂ കമേഴ്സ്, നമ്മുടെ പുതുതായി LKG തിബിയ ക്ലാസ്സുകളിലേക്ക് എത്തിയിട്ടുള്ള പുതിയ പാരന്റ്സ്, പുതിയ കുട്ടികൾ എല്ലാവരെയും നമ്മുടെ ഈ MET ഫാമിലിയിലേക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി വൺസ് അഗെയിൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ടായല്ലോ. ഓക്കെ, ഇഷ്ടാണോ പാട്ട്? എല്ലാവർക്കും ഇഷ്ടാണോ? പുതിയ കുട്ടികൾക്ക് ഇഷ്ടാണോ? ഓക്കെ, അപ്പം മിസ് ഒരു അടിപൊളി പാട്ട് പാടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് പഠിക്കലൊക്കെ. ഓക്കെ, അപ്പോ ഇവിടെ എത്തിയിട്ടുള്ള നാളെയുടെ പുത്തൻ തലമുറകള്, വളർന്നു വരുന്ന പുത്തൻ തലമുറകൾക്ക് ഹൃദയം നിറഞ്ഞ എല്ലാവിധ വിജയാശംസകളും ജീവിതത്തിൽ ഉടനീളം കിട്ടട്ടെ എന്ന് നമ്മുടെ MET ഫാമിലി മൊത്തം പ്രാർത്ഥിക്കുകയാണ്. മിസ്സിന്റെ ഒരു ചെറിയ സോങ്. ഓക്കെ, KG and Tibian teachers, pre-primary teachers, please come forward. വളകിലുക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ കുഞ്ഞോളെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പൊന്നാരെ, തനി ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ ചൊന്ന കാര്യമെന്നാണ്. വെയിൽ കൊള്ളണ നേരം മഴ തരുന്നവളാര്, മാറ്റെറിഞ്ഞൊരു മൈനക്കെന്തിനു പൊന്ന്, ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ്. വളകിലുക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പിന്നാലെ, തനി ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ ചൊന്ന കാര്യമെന്നാണ്. പാരടി മുട്ടു മുട്ടു പൂവടി, ചുട്ടു ചുട്ടു തേനടി, തിരുത്താരിളക്കിണി താളിരത്തിനി താമരക്കിണിയേ, ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ടു തേരകത്തോം, കുഴിയാന മക്കള കണ്ട ചെങ്ങില ആനവട്ടവുമായി, ഉണ്ണി നാടറിയണ വേലി വെട്ടുകൊണ്ട് തേരകത്തോം. അള്ളിക്കുടിയേ ചെല്ലുകുടമേ, കുറുമ്പി ചക്കിര കുത്തല് കുത്തല് വളകിലുക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പൊന്നാരെ, തനി ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ ചെന്ന കാര്യമെന്താണ്. சொல்லடி கத்திரிக்கு தின்னடி துக்கிலிட்ட பாடடி, மாமிന്റെ കൂടെ ഇരിക്കണ മാമലക്കിളിയേ, കിളിവാതിലെന്തിൽ ചാരിയിട്ടത് തേരകത്തോ, താമരയുടെ ചേലിലും ഒരു പെണ്ണിനെ കണ്ട് തുടിമേലും ഇങ്ങനെ നെഞ്ചിലിങ്ങനെ തേരകത്തോ. തുള്ളുമയിലേ പുള്ളിക്കുയിലേ, കുറുമ്പി കുഞ്ചിരി കൊഞ്ചല് കുഞ്ചില് വളകിലുക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വഴിയരികിൽ പൂത്തു നിൽക്കണ
സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഡോക്ടർ ഷെരീഫ് ഹാജി 2 വാക്ക് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സ്കൂളിൻ്റെ ചെയർമാൻ CC കുഞ്ഞു സാഹിബ്, ജോയിന്റ് സെക്രട്ടറി കുരുക്കൽ, മാനേജർ മുസ്തഫ, PTA മെമ്പർമാർ, PTA പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ചേക്കുട്ടി സാഹിബ്, അതിലുപരി ഇന്ന് ഇവിടെ LKGയിലേക്ക് അഡ്മിഷൻ എടുത്ത് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കള്, അതേപോലെ മറ്റു അധ്യാപകർ, ടീച്ചേഴ്സ് എല്ലാവരെയും ഈ സുദിനത്തിൽ അഭിനന്ദിക്കുകയാണ്. 2025-26 അധ്യയന വർഷത്തിൻ്റെ തുടക്കം നാം ഇന്ന് ആരംഭിക്കുകയാണ്. അതുപോലെ എല്ലാ സ്കൂളുകളും ഇന്നേ ദിവസം തന്നെയാണ് ഈ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ പ്രത്യേകതകളെ പറ്റിയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രിൻസിപ്പാളും ചെയർമാനും നിങ്ങളോട് വിശദമായി സംസാരിക്കുകയുണ്ടായി. ഇനി കൂടുതലായി ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വർഷം ചേർന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടുന്ന് ടീച്ചേഴ്സ്, പ്രിൻസിപ്പാള്, അതേപോലെയുള്ള ഇവർ തരുന്ന നിർദ്ദേശങ്ങൾ വളരെ ഗൗരവപൂർവ്വം കണക്കിലെടുത്ത് കുട്ടികളെ അതേ പ്രകാരം തന്നെ വൃത്തിയിലും മറ്റു ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയാലും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും. അത് പാലിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഈ മാനേജ്മെൻറ്റ് ഈ കുട്ടികളുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധാലുക്കളാണ്. ആയതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. കുഞ്ഞാലൻകുട്ടി ഗുരുക്കൾ, MET ജോയിന്റ് സെക്രട്ടറി ഫോർ ഫെലിസിറ്റേഷൻ. ഇതിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പുതിയ രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, ടീച്ചേഴ്സ് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം സമയം 12 മണിക്ക് വിടുന്നാണ് മാഷ് പറയുന്നത്. 12:45 വിടണമെന്നാണ് മാഷ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല. കാര്യമായിട്ട് നിങ്ങളോട് പറയേണ്ടത്, നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. നമ്മളെല്ലാവരും പ്രവർത്തനം പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥനയിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഇത് കിട്ടണം, അനുഗ്രഹം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ആ പ്രാർത്ഥന നമ്മളെ, പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ നിങ്ങളെ രാവിലെ ബസ്സിലേക്കും ഒക്കെ പറഞ്ഞയക്കുമ്പോൾ അവരെ കൈ പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള നെയ്യത്തോട് കൂടിയിട്ട് പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികൾ ഏറ്റവും വലിയ വിജയത്തിലെത്തും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അത് തുടർച്ച ആവണം. നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ അതിന് നിങ്ങളെല്ലാവരും നിങ്ങളെ കുട്ടികളെ രാവിലെ മദ്രസയിലേക്ക് അല്ലെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കൈ ഓടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വിടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഉദ്ദേശം ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചിട്ടുള്ള നിങ്ങളെ കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ള നിലക്കാണല്ലോ. അപ്പൊ അതിന് ആ വിദ്യാഭ്യാസം നിങ്ങളെ കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ പ്രവർത്തനത്തിലും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ ദൈവത്തോടുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അത് മാത്രം നിങ്ങളെ രക്ഷിതാക്കളെ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. മറ്റൊന്ന്, നിങ്ങളെ കുട്ടികളെ കാര്യത്തിൽ ടീച്ചേഴ്സുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. എല്ലാ വിഷയത്തിലും നിങ്ങളെ കുട്ടികളുമായി നിങ്ങളെ കുട്ടികളെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രിൻസിപ്പാളെ അറിയിക്കണം.
ഇതൊക്കെയാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ പ്രിൻസിപ്പാള് സംബോധന ചെയ്ത കൂട്ടത്തിൽ നമ്മളെ വൈസ് പ്രിൻസിപ്പാള് സുഖമില്ലായ്മ ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷനിലാണ് എന്നാണ് പറയുന്നത്. എത്രയും വേഗം ദൈവം അവരുടെ അസുഖം സുഖമാക്കി കൊടുത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒരു ടീച്ചറെ ഉപ്പ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ട്, അവർക്കും അവർ പരലോകത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മുടെ സ്ഥാപനം തിരഞ്ഞെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ്. പിന്നെ നമ്മൾ അധികം നമ്മളെ കമ്മ്യൂണലായിട്ടുള്ള കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ നിസ്കാരത്തിനോട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ഭാവി ഉണ്ടാവും. നിങ്ങൾക്കും എല്ലാ സമയത്തും ഗുരുക്കൾ പറഞ്ഞുമായി പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളെ കുട്ടികളെ രണ്ട് ലോകത്തേക്കും അള്ളാഹു ഏറ്റവും വലിയ ഉപകാരപ്പെടുന്ന മക്കളാക്കി തീർക്കാൻ വേണ്ടി നിങ്ങളും ദ്വാരക്കാൻ ഞങ്ങളും ദ്വാ ചെയ്യും. അള്ളാഹു രണ്ട് ലോകത്തും നമ്മളെ മക്കളെ ഉപകാരപ്പെടുന്ന മക്കളാക്കി തീർത്ത് ആക്കിബത്ത് തന്നാകുമ്പോൾ നമ്മളെല്ലാവരെയും അള്ളാഹു ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി പറയണം. അതുപോലെ നമ്മളെ ടീച്ചറുടെ കാര്യം ഇവിടെ പറഞ്ഞു. അതേപോലെ നമ്മളെ PTA പ്രസിഡന്റ് എല്ലാ പരിപാടിയും വളരെ സജീവമായിട്ട് വരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ കാലിനൊരു ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അതേപോലെ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും പരസ്പരം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നമ്മുടെ ഈ വർഷം ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ ഏറ്റവും വലിയ വിജയപ്രദമാവുന്ന രീതിയിലുള്ള ഒരു വർഷമാക്കി അള്ളാഹു മാറ്റട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്താ ഒന്നും പറയാനില്ല, ഇത് പറഞ്ഞാലേ പറയാനുള്ളൂ. അപ്പോൾ അതിലെല്ലാവരും സന്തോഷിക്കുക കേട്ടോ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ഈ സ്റ്റേജിൽ പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം വിശദമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട MET ഫാമിലിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന പിഞ്ചോമന മക്കളെ, അവരുടെ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, 2025-26 അധ്യയന ദിവസത്തിലെ പ്രഥമ ദിവസമാണെന്ന് ഇന്ന് നമ്മൾ പഠനാരംഭം കുറിക്കുകയാണ്. അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥികളുടെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ആമുഖം ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ആമുഖം ചൊല്ലുന്നതിൽ ബിസ്മി ഹംദ് സ്വലാത്ത് ചൊല്ലുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികൾക്ക് ചൊല്ലാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളത് എല്ലാവരും ഞാൻ പറയുന്നത് പോലെ പറയുക. അള്ളാഹു നമ്മളെയൊക്കെ സജ്ജനങ്ങളാക്കട്ടെ. നന്നായി പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കൾക്കും വീടിനും നാട്ടുകാർക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നമ്മളെ വളർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ആമുഖം ചൊല്ലുകയാണ്. എല്ലാവരും ഞാൻ ചൊല്ലുന്നത് പോലെ ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ റബ്ബി സിദ്നി ഇൽമാ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബനാ സിദ് ലനാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില.
ولا تؤسر رب تمم بالخير والسعادة اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المسلمين والمسلمات ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا آمين برحمتك يا أرحم الراحمين تقبل الله منا يا ذا الجلال والإكرام. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇനി അറബി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെതായ ടീച്ചേഴ്സ് ഇവിടെ നിന്ന് ബോർഡിലൊന്ന് എഴുതി പരിചയപ്പെടുത്തും. ആദ്യത്തിൽ അറബിയിലെ നമുക്കറിയാം ആകാശ ഭൂമിയുടെ നമ്മുടെയൊക്കെ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ റബ്ബുൽ ആലമീനായ അല്ലാഹ് എന്ന് നമ്മൾ ഒരു ദിവസം പലവട്ടം പറയുന്നവരാണ്. അല്ലാഹു എന്ന പദത്തിലെ ആദ്യത്തെ അക്ഷരമായ അ എന്ന് ഞാൻ ബോർഡിൽ എഴുതുകയാണ്. അത് നിങ്ങളൊന്ന് ബോർഡിലേക്ക് നോക്കി ഒരു പ്രാവശ്യം വായിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനം ആരംഭിച്ചു. അല്ലാഹു നമ്മുടെ പഠനത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ബോർഡിലേക്കൊന്ന് ബറക്കത്തിന് വേണ്ടി നോക്കിയാൽ മതി. ഞാൻ ആ എന്ന് ബോർഡിൽ എഴുതും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വ്യക്തമാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് എന്താ വായിക്കുക? ഒന്ന് ഉറക്കെ വായിച്ചാണ്. അലിഫ്. ഇപ്പോ എന്താ വായിക്കുക? അല്ലാഹു എന്ന് എഴുതുമ്പോ ആദ്യം നമ്മൾ എന്താ എഴുതുക? എന്താ ബോർഡിൽ എഴുതിയത് വായിക്കുക? പറഞ്ഞേ. മോള് ഒന്ന് പറഞ്ഞാണ്. എല്ലാവരും വായിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇനി ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് നല്ല പാട്ട് പാടി പഠിക്കണം. എന്നതിനെ കുറിച്ച് നല്ലൊരു പാട്ടുണ്ട്, പാടണ്ട. നമുക്ക് ഇപ്പൊ ഇവിടെ സമയമല്ല, ക്ലാസ്സിൽ വെച്ച് എന്താവണം, ആനെ കുറിച്ചുള്ള പാട്ടൊക്കെ പാടി പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Introduction of English letter by KG HOD Deepa teacher. ഇവിടെ കുറേ സമയം ആയിട്ടുണ്ട്. ഇനി കുട്ടികളുടെ KG NTBA കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ കമേഴ്സ്, പുതിയ കുട്ടികൾ, ഓക്കെ, ഒന്ന് ഹായ് പറ. മിസ്സിന് ഹായ് പറ. പുതിയ കുട്ടികൾ എല്ലാവരും. ഓക്കെ, പുതിയ കുട്ടികൾ. ഓക്കെ, ഇത് എന്താണ് മിസ്സിന്റെ കയ്യിൽ? ഇത് എന്താണ്? ബാക്കിയുള്ള കുട്ടികൾ ആരും മിണ്ടണ്ട. UKG ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് കീപ് ക്വയറ്റ്, സൈലന്റ്. പുതിയ കുട്ടികൾ പറയാ, നിങ്ങൾക്ക് അറിയോ ഇത് ഏത് കളറാണെന്ന്? അറിയോ പുതിയ കുട്ടികൾക്ക് അറിയോ? യെസ്, യെല്ലോ ഗോൾഡൻ കളർ അല്ലേ? ഡാർക്ക് യെല്ലോ ഗോൾഡൻ കളർ. ഏ ലെറ്റർ ആണിത്. വിച്ച് ഈസ് ദിസ് ലെറ്റർ? Which is this letter? A letter. All of you say loudly, which is this letter? Yeah. Very good. Nalla clap kodukku. Clap, clap, clap. Very good. Then Monu. അവര് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പറ. ഇത് ലെറ്റർ ആണ്. ഓക്കെ, എ ലെറ്റർ. ഇത് പാരന്റ്സിന് നല്ലൊരു ക്ലാപ്പ് തരുകയാണ്. പാരന്റ്സ് ഓൾറെഡി ജസ്റ്റ് ഒക്കെ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ, ദിസ് ഈസ് ദ ലെറ്റർ എ. ദ ലെറ്റർ എ എ എ എ എ എ എ എ എ ദ ലെറ്റർ എ. ഇത് ഏത് ലെറ്റർ ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ കുറെ കാര്യങ്ങൾ ഇനി ഇഷ്ടം പോലെ
പഠിക്കാനുണ്ട്. ബാഗ് മേടിച്ചു, ബുക്സ് മേടിച്ചു അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ബുക്സ് ഒക്കെ കിട്ടിയില്ലേ? അതിലൊക്കെ നമുക്ക് കുറെ പഠിക്കാനും എഴുതാനും എല്ലാം ഉണ്ട്. അപ്പൊ മിസ് ഇപ്പൊ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ മിസ് ഒരു കുട്ടിയെ വിളിക്കുകയാണ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ LKG സ്റ്റുഡന്റിനെ വിളിക്കുകയാണ്. കം ഷസ്മി, കം ഓൺ. ഡു യു നോ ഹൗ ടു റൈറ്റ് എ? ഓക്കേ, കം. ഓക്കേ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആണ് ഏടാ. വാട്ട്സ് യുവർ നെയിം? ഷഹസി. ഓക്കേ, വെരി ഗുഡ് ഷഹസി. അപ്പൊ ഷഹസി ഈ കുട്ടി ഇപ്പൊ ബോർഡില് ഈ ലെറ്റർ എഴുതി തരും. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കരഞ്ഞു വന്ന കുട്ടിയാണ്, ഇപ്പൊ UKG ഇരിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ഓക്കേ, ക്ലാപ്പ് യുവർ ഹാൻഡ്. ഈസ് ഇറ്റ് കറക്റ്റ്? ഈസ് ഇറ്റ് കറക്റ്റ്? സെയിം ആണോ? ഒരേ പോലെയാണോ ഇത് വന്നിട്ടുള്ളത്? ഓക്കേ, വൺസ് അഗൈൻ മോളു, ഒരു പ്രാവശ്യം കൂടി ടീച്ചർ കുട്ടി റൈറ്റ് ചെയ്യേ. വൺസ് അഗൈൻ. ഓക്കേ, then sleep in line. Very good. ഓക്കേ, അപ്പോൾ ഇതുപോലെ പാരന്റ്സിന് ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ മാനേജ്മെന്റ് മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഞങ്ങളുടെ കയ്യിൽ കുട്ടികൾ എത്തിയിട്ടുണ്ടോ അവരിവിടെ എല്ലാത്തിനും കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും അക്കാഡമിക് വൈസ് ആണെങ്കിലും അവരിവിടെ സേഫ് ആണ്. ഓരോ കുട്ടികൾക്കും എന്തിലാണോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അവർക്ക് ടാലന്റ് ഉള്ളത്, അത് ഞങ്ങൾ KG TBR മുതൽ തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ മുകളിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു ടെൻഷനും വേണ്ട. ഒരിക്കൽ കൂടി നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുത്ത എൻ്റെ പാരന്റ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ പരിചയപ്പെടാം, മീറ്റിങ്ങുകളൊക്കെ വരും. അപ്പോൾ ഗ്രൂപ്പുകളൊക്കെ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മെസ്സേജുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചേഴ്സ് തരുന്നുണ്ട്. സാർ ഇവിടെ പറഞ്ഞു ടാഗ്, സ്കൂൾ ടാഗ്, വെഹിക്കിൾ ടാഗ് നിർബന്ധമായിട്ടും കുട്ടിയുടെ കയ്യിൽ കഴുത്തിൽ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ല, അവർക്ക് ഞങ്ങളെ പരിചയമില്ല. അപ്പോൾ വെഹിക്കിൾ നമ്പർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ആ ടാഗ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ അവരുടെ കിറ്റില് ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇതിലെല്ലാം അവരുടെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അവർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് വിളിയാവും, അത് കാണുന്നില്ല മിസ്സേ, ഇത് കാണുന്നില്ല മിസ്സേ. അപ്പൊ ജസ്റ്റ് അവിടെ ഒരു ഹിൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വിളിക്കാം, ചോദിക്കാം. ഓക്കെ, അപ്പൊ താങ്ക്സ് വൺസ് അഗൈൻ. താങ്ക് യു പാരന്റ്സ്. താങ്ക് യു. Thank you, Deepa teacher. Next, we are having Malayalam letter introduction by Nisha teacher. Good afternoon all. Hi children. Missinte അടുത്തൊരു ഹായ് പറ, ഉറക്കെ പറ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി ആണോ? ഹാപ്പി ആണല്ലോ? ഓക്കെ, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പേരൻസിനെയും കുട്ടികളെയും ഞാൻ വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മലയാളം ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. നമുക്ക് അതിലോട്ട് പോയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. മിസ് ബിഗ് ആയിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? എല്ലാവരും കണ്ടോ? ഓക്കെ, ഈ ലെറ്ററിന് പറയുന്ന പേരാണ് ആ. എല്ലാവരും ലൗഡ്ലി പറ. ഓക്കെ, വെരി ഗുഡ്. മലയാളത്തിലെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവരും കണ്ടല്ലോ? ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ അറബിക് ലെറ്റർ പഠിച്ചു, അലിഫ് ലെറ്റർ പഠിച്ചില്ലേ? അതുപോലെ ഇംഗ്ലീഷ് ലെറ്റർ ഫസ്റ്റ് എ ലെറ്റർ പഠിച്ചു ഇല്ലേ? അതുപോലെ ആ പഠിച്ചു. ഇതെല്ലാ ലെറ്ററും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അറബിക്കിലായാലും ഒരുപാട് ലെറ്റേഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് സ്കൂളിൽ വന്നതിന് ശേഷം പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ നാളെ മുതൽ നിങ്ങൾ എല്ലാവരും സ്കൂളിലോട്ട് വരണം അല്ലേ? നല്ല ഹാപ്പി ആയിട്ട് വേണം വരാൻ അല്ലേ? അപ്പൊ നല്ല സുന്ദരി കുട്ടികളായിട്ട് മിടുക്കന്മാരായിട്ട് നാളെ നമുക്ക് ഇവിടെ വെച്ച് കാണാട്ടോ. ടീച്ചേഴ്സ് പാട്ടുകൾ പാടിത്തരും, സ്റ്റോറി പറഞ്ഞു തരും. അതുപോലെ നമുക്ക് ഒരുപാട് ഗെയിമുകൾ കളിക്കണം. ഇവിടെ ഒരുപാട് ടോയ്സുകൾ ഉണ്ട്, നമുക്ക് അടിച്ച് പൊളിക്കണം. എല്ലാവരും റെഡി അല്ലേ? യെസ് പറ. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്റ്റോപ്പ് ചെയ്യും. Afila teacher for introduction of Hindi letter. നമസ്തേ. ഹലോ, നമസ്തേ.
എല്ലാവരും സൗണ്ടിൽ നമസ്തേ പറയോ? നമസ്തേ. അപ്പൊ നമ്മൾ ഹിന്ദിയിൽ ഹലോ പറയല് നമസ്തേ എന്നാണ് കേട്ടാ. എങ്ങനെ പറയാ? ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? ആ പഠിച്ചു, എ പഠിച്ചു, അലിഫ് പഠിച്ചു, 3 ഭാഷകൾ പഠിച്ചു ഇല്ലേ? ഇനി നമ്മുടെ സ്കൂളിൽ 4ാമതൊരു ഭാഷയും കൂടി ഉണ്ട്. ഏതാണെന്നറിയാത്? ഏതാണ്? ഹിന്ദി. ഏതാണ്? ഹിന്ദി. ഹിന്ദിയിൽ എ അല്ല, ഹിന്ദിയിൽ എക്ക് പകരം ഏതാണ്? മലയാള അക്ഷരം പോലെ തന്നെ ആയാണ്. ഏതാണ്? ആ. ഏതാണ്? അപ്പൊ ഈ ആ എങ്ങനെ എഴുതാന്ന് പറഞ്ഞിട്ട്, ആ എഴുതാൻ ഇവിടെ ആർക്കെങ്കിലും അറിയോ? 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 ആ എഴുതാൻ അറിയോ ഹിന്ദിയില്? എന്നാ ഇവിടെ വന്ന് എഴുതാൻ അറിയോ? ഹിന്ദിയിൽ എഴുതാൻ വായോ വായോ, അങ്ങനെ വായോ, വാ വാ. പോരെ പോരെ. അറിയില്ലേ? എഴുതാൻ അറിയില്ലേ? വായോ. ഇല്ല, എഴുതാൻ അറിയോ പറഞ്ഞിട്ട് അറിയില്ലേ? ഞാൻ എഴുതുന്ന ആ കറക്റ്റ് ആണോ നോക്കണേ? നോക്കിട്ടാ മാം എഴുതുന്നത് കറക്റ്റ് ആണോ നോക്കണേ? ഇതാണോ ഇയാള് പഠിച്ച? ഇതാണോ ഹിന്ദിയിലാ? കറക്റ്റ് ആണോ? അപ്പൊ ഇതാണ് ലെറ്റർ ആ. ഏതാണ്? ഹിന്ദിയിലെ ഫസ്റ്റ് അക്ഷരാണ് കേട്ടാ. ഫസ്റ്റ് അക്ഷരം ആ. ഏതാണ്? പാ. അറിയോ? നമ്മുടെ സ്കൂളില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതല് ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹിന്ദി ലെറ്റർ ആയാണ്. അപ്പൊ ആര് എന്ത് ഹിന്ദിയിൽ ആ ലെറ്റർ കണ്ട കാണിച്ചെടുക്കും എല്ലാവർക്കും. ആ എങ്ങനെ എഴുതാന്ന് പറഞ്ഞാല് എഴുതാൻ കിട്ടുമോ? ഇയാൾക്ക് എഴുതാൻ അറിയില്ലേ? ഇല്ല. അപ്പൊ ഇയാൾ നേരത്തെ എഴുതാൻ അറിയാൻ പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് ലെറ്റർ ആ. ഇപ്പൊ എല്ലാവർക്കും ലെറ്റർ ആ പഠിഞ്ഞോ? ഓക്കെ. പുതിയ കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം പഠിച്ച ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്കൊക്കെ ആ ലെറ്റർ അറിയാട്ടോ. ഓക്കെ. പുതിയവർ ഇനി എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കൽ തുടങ്ങും. ഓക്കെ. പാ പഠിഞ്ഞോ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാവരും പുതിയൊരു അധ്യയന വർഷത്തേക്ക് കടന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് തന്നെ പഠിക്കേട്ടാ. Audience, please give a loud round of applause for our little kids. All of you, please clap your hands. Encourage the students. Winners. Thank you, sir. Next, I welcome Sharif Haji for award distribution. Muhammad Shajaz and from UKGB and Shahsin from UKGA. These students also got first prize. Muhammad Shajaz first prize and Shahsin first prize. Thank you, Kunju sir. Next, I welcome Sharif Haji for award distribution. Insaf Ahmad Sisi. Insaf Ahmad Sisi got second position and Ayan TK got second position. Ayan second position. Next, Fatima Shasmin from UKGB and Muhammad Nahsan from LKGA. Fatima Shasmin and Muhammad Nahzan. Next, Shastra Ishal. Shastra Ishal from LKGB. Shastra Ishal from LKGB and Shadil Samir. Shadil Samir. Shadil Samir. Next, we are having Shamika Tasmi CC from UKGA. Shamika Tahani from UKGA.
Shamika Tahani CC from UKGA and Fatima Ifra from LKGA. Fatima Ifra from LKGA. Congratulations winners. Congratulations winners. Thank you sir. Biha, Minha, Fatima Isha, Aisa Ali, Ayara, Aidin Adam K, Kenza O, Naira Fatima, Izabatul K, Neiza Niyaz, Fisa and Fahma, Zahwa and Isha, Shilsa and Shasmin. These students please get ready. Class teachers please make necessary arrangements as fast as possible. Good morning everybody. Today is the first day of this academic year 2025-26. I am very happy to meet you all. I love my school very much. Lot of activity are conducted in our school. My duty is to welcome all of you this function. Firstly, welcome principal, management members, teachers, parents and newly admitted children. Thank you. I like to go to school. I like to sing a song. I like to sing a song. Hey, oh the dairy, oh, I like to sing a song.
ഫാത്തിമ ഇഷ. Assalamu alaikum. My name is Saidinato. I am very happy to see smiling faces, especially our little new friends. It is the place you will make so many amazing memories for our new friends. A very, very big welcome. Thank you. Thank you, Aidinadam. Next, Kensa. Now on the stage, Kensa with a dance. നമ്മുടെ ന്യൂ കമേഴ്സിനെ വെൽക്കം ചെയ്യുവാൻ വേണ്ടി നമ്മളുടെ പഴയ കുട്ടികൾ, അതായത് LKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തിബിയാനിലൊക്കെ കുട്ടികൾ ഒരുക്കിയ ചെറിയൊരു പെർഫോമൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെൻസ. मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है. मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है. ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट पर फूल फूल करने में कूल तू बड़ी तेज कटारी है. शगन तेरी की लगन तेरी की हमने कर दी तैयारी है. नच देने सारे
तेरे अनाउंस कर दिया, ओ तेरे लिए दिल कुड़ियों का बाउंस कर दिया। ओ गोरी गोरी मेरी कलाई चूड़ियां काली काली, मैं शर्माती रोज लगाती काजल सुरमा लाली, नहीं मैं सुरमा पाना रूप ना मैं चमकाना। I am Naira Fatima from Tibian. I am Surtullo hai, wallo hai, walida saja, ma waddaka rabbuka wa ma kala, walal akhiratu khairul laka minal ula, wala sawfa yutika rabbuka wa fatalla, alam yajidaka yatiman fahawa, wa wajadaka fahada, fa amma al-yatiman fala takhar, wa amma as-sahila fala tanhar, wa amma bi ni'mati rabbika fa'addis. Thank you. Next, Ayana A with a dance. Ayana A with a dance. ഓക്കെ വെരി ഗുഡ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അവൾക്ക്.
से दूर किथे चलिए तू, किथे चलिए तू, किथे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बावरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनिया मौसम छे। होई गई रात मने भूलो बदीवार, प्रेमनिया मौसम छे। अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनिया मौसम छे। मिल जाए मुझको अगर साथ तेरा, तो भूलूं मैं सारा तारा, रंगीला तारा, रंग बेर जुए तारी बात रे। जो काला तारा, ओए छबीला तारा, ओए रंगीला तारा, रंग बेर जुए तारी बात रे। जो काला तारा, ओए छबीला तारा, ओए रंगीला तारा, रंग बेर जुए तारी बात रे। देखा मैं करूं सारी सारी रात, सारी सारी रात। छुप छुप के मुझे देखा तू कर सारी सारी रात, सारी सारी रात। मिल जाए मुझको अगर साथ तेरा, तो भूलूं मैं सारा जहां। जो गाड़ा तारा, छबीला तारा, रंगीला तारा,